കൊച്ചി അമൃത മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 1ാം വർഷ നഴ്സിംഗ് വിദ്യാർത്ഥിയെ റാഗിംഗ് ചെയ്തെന്ന പരാതിയിൽ 2 വിദ്യാർത്ഥികൾ അറസ്റ്റിൽ. 4ാം വർഷ വിദ്യാർത്ഥി സുജിത് കുമാർ, 3ാം വർഷ വിദ്യാർത്ഥി ഗോവിന്ദ് നായർ എന്നിവരാണ് ചേരാനെല്ലൂർ പോലീസിന്റെ പിടിയിലായത്. കഴിഞ്ഞ 1 വർഷമായി വിദ്യാർത്ഥി ക്രൂര റാഗിങ്ങിനിടയായെന്ന് പിതാവ് മീഡിയ വണ്ണോട് പറഞ്ഞു. ശരീരത്തിൽ ഹാങ്ങർ കൊണ്ട് അടിക്കുകയും മർദ്ദിക്കുകയും ചെയ്തു. പരാതി പറഞ്ഞാൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും പിതാവ് മീഡിയ വണ്ണോട് പ്രതികരിച്ചു. കഴിഞ്ഞ വെള്ളിയാഴ്ച 12-ാം തീയതി മോൻ സൈൻ ചെയ്യാൻ ചെന്നപ്പോഴ് മോന്റെ കൂട്ടുകാർ പറഞ്ഞു, എടാ നീ ഇനി അവരുടെ റൂമിൽ ചെന്നില്ലെങ്കിൽ അതിനൂടെ ഞങ്ങൾ വാങ്ങിക്കുമെന്ന് പറഞ്ഞു അടി. അപ്പൊ അവരെയൊക്കെ ഇഷ്ടം പോലെ അടിക്കും അവിടെ കൊണ്ടുപോയിട്ട്. മോനെ 4 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് അവിടുന്ന് കോളേജിൽ സൈൻ ചെയ്തിറങ്ങി. അപ്പം ഇവന്മാര് പറഞ്ഞടാ നീ ഇനിയും പോയില്ലെങ്കിൽ നിന്നെ ഞങ്ങൾക്ക് അടി കിട്ടും, ഞങ്ങൾക്ക് അപ്പൊ തന്നെ നല്ലപോലെ അടിച്ചിട്ടുണ്ട് അവരെയൊക്കെ. പിന്നെ മോന് പോയി, മോൻ അവരുടെ റൂമിൽ ചെന്നപ്പോ തന്നെ ചെന്നുടനെ എന്നെ ചെവുക്കലിന് 3 അടി അടിച്ചു. അടിച്ചപ്പം പറഞ്ഞു, ചേട്ടാ എന്നെ ചെവുക്കലിന് നീ അടിക്കല്ല. പ്രത്യേകിച്ച് മോന്റെ ചെവി പിന്നെ പെട്ടെന്ന് ഇതായിപ്പോയി, കേൾക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഇങ്ങനെ മരവിച്ച് നിന്നപ്പോ പറഞ്ഞു, ചേട്ടാ ഇനി എന്നെ അടിക്കില്ല, ചെവിക്ക് അടിക്കില്ല, എന്റെ അച്ഛന്റെ വീട്ടിലേക്ക് ഞാൻ പോവാ, വീട്ടുകാർ പിടിക്കുമെന്ന് പറഞ്ഞു. ഉടനെ തന്നെ ഇവന്മാര് പറഞ്ഞു എന്നെ തിരിച്ചു നിർത്തി 2 കൈ കൂടെ പൊക്കി ഭിത്തിക്ക് വെച്ചോണ്ട് നിർത്തിയിട്ട് പാന്റ് ഉരിയിടാന്ന് പറഞ്ഞു. പാന്റും എല്ലാം ഉരിഞ്ഞ് ഉടുപ്പ് ഉരിഞ്ഞിട്ട് പുറത്ത് ആദ്യം ചന്തിയുടെ താഴെ 2 തുടക്കി അടിച്ച് അടി ബെൽറ്റോ ഹാങ്കറോ പിന്നെ എല്ലാം കംപ്ലീറ്റ് ചുമന്ന് തെണുത്ത് ഇങ്ങനെ കിടക്കുക. അപ്പൊ അടി അവിടെ എല്ലാം ഒത്തി കഴിഞ്ഞപ്പോ ഈ വേറെ സുജിത്തെന്നവൻ പറഞ്ഞ്, എടാ ഇനി അവിടെ അടിച്ചു കഴിഞ്ഞാൽ പൊട്ടി ചോര വരും, അതുകൊണ്ട് ഇനി അവിടെ അടിക്കണ്ടെന്ന് പറഞ്ഞു. പിന്നെ മൊത്തം പുറത്ത് ഇടിയും തൊഴിയും കൂടെ 2 പേര് 5 മണി തൊട്ട് 7:30 വരെ. വിവരങ്ങളുമായി ശരൺ ചേരുന്നുണ്ട്. ശരൺ, ഇദ്ദേഹം പറയുന്നത് കേട്ടാൽ ക്രൂരമർദ്ദനമാണ് വിദ്യാർത്ഥിക്ക് ഏറ്റിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. ആരോഗ്യസ്ഥിതി എന്താണ്? മറ്റൊന്ന്, ഈ സംഭവത്തിൽ എങ്ങനെയാണ് സ്ഥാപനം ഇടപെടുന്നത്? കേസായിട്ടുണ്ടോ? ധന്യ, ഇടപ്പള്ളി അമൃത മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ 1ാം വർഷ വിദ്യാർത്ഥിക്ക് ക്രൂരമർദ്ദനം ഏറ്റു എന്നുള്ളതാണ് പിതാവ് പറയുന്നത്. എന്തായാലും പിതാവിന്റെ പരാതിയിൽ കൂടിയാണ് ഇപ്പോൾ ചേരാനെല്ലൂർ പോലീസ് നടപടികളിലേക്ക് കടന്നിരിക്കുന്നത്. ആദ്യം ഈ സംഭവം എന്താണെന്ന് നമുക്ക് വിശദീകരിക്കേണ്ടതുണ്ട്. അതായത് കഴിഞ്ഞ വർഷമാണ് ഈ ചെന്നിത്തല സ്വദേശിയായ 1ാം വർഷ വിദ്യാർത്ഥി നേഴ്സിംഗ് കോഴ്സിന് ജോയിൻ ചെയ്തിരുന്നത്. അതിനുശേഷം നിരന്തരം സീനിയേഴ്സിന്റെ ഭാഗത്ത് നിന്ന് റാഗിംഗ് നേരിടുന്നു. പ്രധാനമായും സീനിയേഴ്സ് പറഞ്ഞിരുന്നത് ഈ ക്യാമ്പസിലേക്ക് വരുമ്പോൾ താടിയും മീശയും വെച്ച് വരാൻ പാടില്ല, അത് പറഞ്ഞുകൊണ്ടുള്ള റാഗിംഗ് ാണ് തുടക്കത്തിൽ ഉണ്ടായിരുന്നത്. ഇത് വിദ്യാർത്ഥി ചോദ്യം ചെയ്യുന്നു. ഒപ്പം തന്നെ കോളേജ് അധികൃതർക്കും പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു. ഈ പരാതി നൽകിയതിന്റെ വൈരാഗ്യത്തിലാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച ഈ വിദ്യാർത്ഥിയെ സീനിയർ വിദ്യാർത്ഥികൾ വാടകയ്ക്ക് താമസിച്ചിരുന്ന വാടക വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നു. അതിനുശേഷം നഗ്നാക്കിക്കൊണ്ടുള്ള ക്രൂരമർദ്ദനമാണ് ഉണ്ടാകുന്നതെന്നുള്ളതാണ് പിതാവ് മീഡിയ വണ്ണോട് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ വിദ്യാർത്ഥിയുടെ പാന്റ് ഊരിപ്പിക്കുന്നു, ഒപ്പം തന്നെ നഗ്നാക്കിക്കൊണ്ട് ഈ ഹാങ്ങർ ഉപയോഗിച്ച് മർദ്ദിക്കുന്നു. ഇതിന് പുറമെ തന്നെ കുനിച്ചു നിർത്തി അടക്കമുള്ള ക്രൂരമർദ്ദനം ഈ സീനിയർ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അപ്പം ഇക്കാര്യങ്ങൾ, ഈ മർദ്ദിച്ച കാര്യങ്ങൾ പുറത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ കൊല്ലുമെന്ന് സീനിയർ വിദ്യാർത്ഥികൾ ഭീഷണിപ്പെടുത്തിയതായും പിതാവ് പറയുന്നുണ്ട്. എന്തായാലും പിതാവിന്റെ പരാതിയിൽ കൂടിയാണ് ഇപ്പോൾ ചേരാനെല്ലൂർ പോലീസ് കേസെടുക്കുകയും 2 വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. 4ാം വർഷ വിദ്യാർത്ഥി സുജിത് കുമാർ, 3ാം വർഷ വിദ്യാർത്ഥി ഗോവിന്ദ് നായർ എന്നിവരെയാണ് ചേരാനെല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്തായാലും സമീപകാലത്തൊന്നും തന്നെ കേൾക്കാത്ത വിധത്തിലുള്ള ഒരു ക്രൂരമായ റാഗിംഗ് ഇടപ്പള്ളി അമൃത മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടന്നു എന്നുള്ളത് കൂടിയാണ് പിതാവ് പറഞ്ഞു വെക്കുന്നത്. ശരി ശരൺ.